നമ്മുടെ സ്വന്തം ഗ്രഹമായിട്ടുള്ള ഭൂമി ഒരുപാട് ജന്തുസസ്യജാലങ്ങളും മറ്റ് മനോഹരമായതും ഭയാനകരമായതുമായ സൃഷ്ടികളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒരേ ഒരു ഗ്രഹമാണ്. ഒരു കൊച്ചു കുഞ്ഞിന് പോലും അറിയുന്നുള്ളൊരു കാര്യമാണ് ഇതൊന്നും വെറും ഒരു ദിവസം കൊണ്ട് മാത്രം ഉണ്ടായതല്ല എന്ന്. ശരിയാണ്, ഇതൊരു കൊച്ചു കുഞ്ഞിന് പോലും അറിയാവുന്നുള്ളൊരു കാര്യമാണ് ഇതൊന്നും ഇന്നോ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായതല്ല, വർഷങ്ങളെടുത്താണ് ഭൂമി ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതെന്ന്. എങ്കിലും മനുഷ്യർക്ക് ഇപ്പോഴും ഉത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു ചോദ്യമാണ്, എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടായത്, ഏത് ശക്തിയാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു ശരിയായ ഉത്തരം ആർക്കും ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആകെ നിലനിൽക്കുന്നത് കുറച്ച് ഊഹാപോഹങ്ങൾ അല്ലെങ്കിൽ കുറച്ച് തിയറീസ് മാത്രമാണ്. നമുക്ക് അങ്ങനെ ഊഹിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, കാരണം ഇതൊക്കെ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതായതുകൊണ്ടാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഉറപ്പിച്ചു പറയുന്ന, ശാസ്ത്രം തെളിയിച്ചു എന്ന് പറയുന്ന പല കാര്യങ്ങളും ചിലപ്പോൾ ഭാവിയിൽ തെറ്റിയേക്കാം, അല്ലെങ്കിൽ അത് തിരുത്തപ്പെട്ടേക്കാം. അതാണ് ശാസ്ത്രം എന്ന് പറയുന്ന വിഷയത്തിന്റെ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഉദ്ഭവ ചരിത്രത്തെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിൽ വെച്ചേക്കുക, ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വ്യക്തത വളരെ കുറവായിരിക്കും. അതായത് നേരത്തെ പറഞ്ഞതുപോലെ വെറും അസംഷൻസ് മാത്രമായിരിക്കും ഇത്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ മസ്റ്റ് ബി ഹിയർ. ഏതാണ്ട് 454 കോടി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സൗരയൂഥത്തിലുണ്ടായിരുന്ന സോളാർ നെബുല, അതായത് സൗരയൂഥത്തിലെ വാതകങ്ങളും പൊടിപടലങ്ങളും ഒക്കെ ഉറഞ്ഞുകൂടിയാണ് ഭൂമി രൂപപ്പെടുന്നത്. ഈ ഒരു സമയത്ത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ആകെ ഉണ്ടായിരുന്നത് അന്ന് അഗ്നിപർവ്വത സ്ഫോടനത്തിലൂടെ പുറത്തേക്ക് വന്ന വാതകങ്ങൾ മാത്രമായിരുന്നു. അതായത് അന്നൊന്നും നമ്മൾ മനുഷ്യരുൾപ്പെടെയുള്ള ജീവിവർഗങ്ങളുടെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള ഓക്സിജന്റെ സാന്നിധ്യം തീരെയില്ലായിരുന്നു. അതിനു പകരം മനുഷ്യനും മറ്റ് ജീവജാലങ്ങൾക്കൊക്കെ ഹാനികരമായിട്ടുള്ള വാതകങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഭൂമിയിൽ സദാ സജീവമായിട്ടുള്ള അഗ്നിപർവ്വതങ്ങൾ കൂടാതെ ബഹിരാകാശത്തു നിന്നും വലിയ വലിയ ഉൽക്കകൾ ഭൂമിയിലേക്ക് വന്ന് പതിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ ഭൂമി അന്ന് ഒരു ഉരുകിത്തിളച്ച അവസ്ഥയിലായിരുന്നു. ഈ വന്നു പതിച്ച ഉൽക്കകൾ കാരണമാണ് നമ്മുടെ ഭൂമിക്ക് ചരിവുണ്ടായതും അതുപോലെ തന്നെ അതിൽ നിന്ന് ഒരു ഭാഗം അടർത്തി തെറിപ്പിച്ച് ചന്ദ്രൻ, അതായത് ഭൂമിയുടെ ഉപഗ്രഹമായിട്ടുള്ള ചന്ദ്രനെ സൃഷ്ടിച്ചതും. ഇതും ഒരു തിയറിയാണ്. അങ്ങനെ കാലാകാലമുള്ള തണുക്കലിൻ്റെ ഫലമായിട്ട് ഭൂമിക്ക് നല്ല ഒരു ഉറച്ച പുറന്തോടുണ്ടായി, അതിൽ ജലം സംഭരിക്കാൻ തുടങ്ങി. ഏതാണ്ട് 350 മുതൽ 380 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഭൂമിയിൽ ആദ്യമായിട്ട് ഒരു ജൈവിക രൂപം പ്രത്യക്ഷപ്പെട്ടു എന്ന് കരുതപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള തെളിവുകൾ ആഫ്രിക്കയിലെ പടിഞ്ഞാറൻ ഗ്രീൻലാൻഡിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. 370 കോടി വർഷം പഴക്കമുള്ള ഗ്രാഫൈറ്റ് ആണ് ഇവിടുത്തെ പാറകളിൽ നിന്നും ഇങ്ങനെ ഒരു തെളിവായിട്ട് ഇവർക്ക് ലഭിച്ചത്. കൂടാതെ ഒരു 349 കോടി വർഷം പഴക്കമുള്ള മൈക്രോബുകളുടെ ഫോസിലുകളും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 200 കോടി വർഷങ്ങൾക്ക് മുൻപ് പ്രകാശ സംശ്ലേഷണ ശേഷിയുള്ള ജൈവിക രൂപങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓക്സിജൻ വ്യാപിക്കാൻ തുടങ്ങുന്നത്. ഏതാണ്ട് ഒരു 58 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമിയിലെ ജീവൻ എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ടുള്ള രീതിയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഈ ഏകകോശ ജീവികളൊക്കെ ഇതിനൊരു എക്സാമ്പിളാണ്. ഈ സമയത്താണ് ബഹുകോശ ജീവികളുടെയൊക്കെ ഉദയം എന്ന് പറയുന്നത്. പിന്നീട് വന്നിട്ടുള്ള ക്രാമ്പിയൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവൻ അതിൻ്റെ ഒരു ബാഹ്യമായിട്ടുള്ള രൂപത്തിലേക്ക് പ്രവേശിക്കാൻ ആരംഭിച്ചത്. നമ്മൾ ഇന്ന് നമുക്ക് ചുറ്റുപാടുമായിട്ട് കാണപ്പെടുന്ന പല ജീവികളുടെയൊക്കെ ഉദയം എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. ഈ ഭൂമി ഉണ്ടായ സമയത്ത് തന്നെ ഭൂമിയുടെ അന്തർഭാഗത്ത് ശാസ്ത്രീയപരമായിട്ടുള്ള പല പല മാറ്റങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ തന്നെ ഭൂമിയിൽ പല പരിണാമപരമായിട്ടുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് പല ജീവികളും തുടർച്ചയായിട്ട് പരിണമിച്ചുകൊണ്ടിരുന്നു. പല ജീവികൾക്കും അവയുടെ ഉപവർഗങ്ങൾ രൂപപ്പെടാൻ തുടങ്ങി. പല ജീവികൾക്ക് വംശനാശം സംഭവിക്കാൻ തുടങ്ങി. ഇപ്പോഴും നമ്മുടെ ഭൂമിക്കടിയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഫലകങ്ങൾ അന്ന് പല ഭാഗങ്ങളിലേക്ക് ചലിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഒരു സ്ഥലത്ത് രൂപപ്പെട്ട ജീവിവർഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗത്തായിട്ട് വ്യാപിക്കപ്പെട്ടത്. പിന്നെ ഓസോൺ പാളിയുടെ രൂപപ്പെടലും മണ്ണിൻ്റെ നിർമ്മിതിയെല്ലാം ഭൂമിയുടെ അജൈവ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള മറ്റു മാറ്റങ്ങളാണ്. കാലാകാലങ്ങളായിട്ട് ഭൂമിക്ക് 2-3 അന്തരീക്ഷങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിലൊന്ന് ഭൂമി അതിൻ്റെ സ്വന്തം ഗുരുത്വാകർഷണ ബലം ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്തതാണ്. ഇതിൽ പ്രധാനമായിട്ടും കാണപ്പെട്ടത് ഹൈഡ്രജനും ഹീലിയവുമായിരുന്നു. പിന്നീട് സോളാർ വിൻഡ് അഥവാ സൗരവാതവും പിന്നെ ഭൂമിയിലെ താപത്തിൻ്റെയൊക്കെ ഫലമായിട്ട് ഇത് ബഹിരാകാശത്തേക്ക് തന്നെ പുറന്തള്ളപ്പെട്ടു. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ രണ്ട് വാതകങ്ങൾ, അതായത് ഹൈഡ്രജനും ഹീലിയവും ഒക്കെ പ്രപഞ്ചത്തിൽ ഇഷ്ടം
അന്തരീക്ഷം മാതിരി ഉണ്ടെങ്കിലും നമ്മുടെ ഭൂമിയിൽ വലുതായിട്ട് കാണാത്തത്. ഇനി രണ്ടാമതായിട്ട് രൂപപ്പെട്ട അന്തരീക്ഷം ഉണ്ടല്ലോ, അതെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ അടർന്നു മാറിപ്പോയ ഭാഗത്തു നിന്നും വന്ന വാതകങ്ങളും അഗ്നിപർവ്വതങ്ങളിൽ നിന്നും വന്ന വാതകങ്ങളും കൂടി സംയോജിച്ചാണ്. ഹരിതഗ്രഹ വാതകങ്ങളായിരുന്നു ഇവയിൽ കൂടുതൽ. കോടിക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഭൗമോപരിതലത്തിൽ തുടർച്ചയായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. പഴയ വൻകരകൾ പിളരുകയും പുതിയവ ഉണ്ടാവുകയും ചെയ്തു. പുതുതായി ഉണ്ടായവ നീങ്ങിച്ചെന്ന് മറ്റുള്ളവയിൽ ഇടിക്കുകയും അങ്ങനെ ഒരു വലിയ വൻകര രൂപപ്പെടുകയും ചെയ്തു. ഇതുവരെ അറിയപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ വൻകരയാണ് റോഡിനിയ. 75 കോടി വർഷങ്ങൾക്ക് മുൻപ് ഇതും പിളരാൻ ആരംഭിച്ചു. അത് കഴിഞ്ഞ് 54 മുതൽ 60 കോടി വർഷങ്ങൾക്ക് മുൻപ് പിന്നെയും ഇവ ഒത്തുചേരാൻ തുടങ്ങി. പന്നോട്ടിയ എന്ന മറ്റൊരു വൻകര രൂപപ്പെട്ടു. അതിനുശേഷം രൂപം കൊണ്ട പാൻജിയ എന്ന വൻകര 18 കോടി വർഷങ്ങൾക്ക് മുൻപ് വിഘടിച്ചാണ് ഇന്ന് കാണുന്ന വൻകരകൾ രൂപപ്പെട്ടു തുടങ്ങിയത്. ഇതുപോലെ ഭൂമിയുടെ ചരിത്രത്തിൽ പലതവണ അതിനെ മഞ്ഞുകൊണ്ട് മൂടപ്പെട്ട അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 65 കോടി വർഷങ്ങൾക്ക് മുൻപ് വരെ ഭൂമി ഒരു സ്നോ ബോൾ പോലെ ആയിരുന്നു. ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന മഞ്ഞ കാലാവസ്ഥ രൂപപ്പെട്ടത് ഏതാണ്ട് 4 കോടി വർഷങ്ങൾക്ക് മുൻപാണ്. ഭൂമിയിൽ ഇന്ന് കാണപ്പെടുന്ന ജലത്തിന്റെ ഉദ്ഭവം സൗരയൂഥത്തിൽ നിന്നും വന്ന ഉൽക്കകളും ചിഹ്നഗ്രഹങ്ങളും ഭൂമിയുടെ അന്തരീക്ഷവുമായി സംയോജിച്ച് ഉണ്ടായവയായിരിക്കാം എന്നാണ് പറയപ്പെടുന്നത്. വാൽനക്ഷത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. ഇന്ന് നെപ്റ്റ്യൂണിനപ്പുറത്താണ് നമ്മൾ വാൽനക്ഷത്രങ്ങൾ കാണുന്നതെങ്കിൽ പണ്ട് കാലത്ത് സൗരയൂഥത്തിനകത്ത് തന്നെ ഇവ ഉണ്ടായിരുന്നു. ഭൂമി തണുത്തു തുടങ്ങിയപ്പോഴാണ് നീരാവി രൂപപ്പെട്ട് മഴ പെയ്യാൻ ആരംഭിക്കുന്നത്. ഇതിലൂടെയാണ് സമുദ്രങ്ങൾ നിറയുന്നത്. ഏതാണ്ട് 440 കോടി വർഷങ്ങൾക്ക് മുൻപ് സമുദ്രങ്ങൾ രൂപപ്പെട്ടു തുടങ്ങി. ആർച്ചിയൻ യുഗത്തിന്റെ ആരംഭത്തോടെ അവ ഭൂമിയൊട്ടാകെ പരന്നു തുടങ്ങിയെന്നുമാണ് നിഗമനം. സൂര്യന് മറ്റെല്ലാ നക്ഷത്രങ്ങളെ പോലെയും അതിന്റെ ഉദ്ഭവ സമയത്ത് ഇന്നത്തേതിന്റെ 70% പ്രകാശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പ്രായം കൂടുന്തോറും അതിന്റെ പ്രകാശം കൂടി വരികയാണ് ചെയ്തത്. ഭൂമിയിലെ ജലം അന്ന് ബാഷ്പീകരിച്ച് പുറത്തേക്ക് പോകാതിരിക്കാൻ സഹായിച്ചത് അക്കാലത്തെ അന്തരീക്ഷത്തിലുണ്ടായിരുന്ന ഹരിതഗ്രഹ വാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനുമാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉദ്ഭവ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ധാരണ ഉണ്ടായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുമാത്രമല്ല, ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്, നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളുമായിട്ട് ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.